ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും അവലോകനവുമാണ് നടന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ തൃപ്തികരമായ നിലയിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ധാരാളം പരിമിതികളുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സ്തുത്യർഹമായ സേവനമാണ് കേരള ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു തീപിടുത്തമുണ്ടായാലോ, വെള്ളപ്പൊക്കമുണ്ടായാലോ, പ്രകൃതി ദുരന്തമുണ്ടായാലോ അവിടെയെല്ലാം ഫയർഫോഴ്സിൻ്റെ സേവനം ഇന്ന് നല്ല നിലയിൽ ലഭിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് നടന്ന വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും നന്നായി സേവനം നടത്തിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫയർഫോഴ്സാണ്. അതുപോലെ മേജറായി വരുന്ന തീപിടുത്തങ്ങൾ കോഴിക്കോട് ജയലക്ഷ്മി നടന്നതാണെങ്കിലും, എറണാകുളത്ത് നമ്മുടെ മാലിന്യ സംസ്കരണം നടത്തിയ ബ്രഹ്മപുരത്താണെങ്കിലും, അതോടൊപ്പം തന്നെ കറ്റാനത്ത് ഏറ്റവും റീസെൻ്റായി നടന്ന കറ്റാനത്ത് ഒരു വലിയ തീപിടുത്തമാണെങ്കിലും എല്ലാം, അതുപോലെ മൂന്നാറിൽ കുടുങ്ങിക്കിടന്ന വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും ഒക്കെ വളരെ സ്തുത്യർഹമായ പ്രൊഫഷണലായ നിലയിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയത്. അതുപോലെ തന്നെ പുതുതായി 1000 ഹോം ഗാർഡുകളെ നിയമിക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. ഈ ഹോം ഗാർഡുകൾ നമ്മുടെ ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ പലയിടത്തും ഈ ഒരു ആവശ്യം ഉയർന്നു വരുന്നതിന് പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ യോഗത്തിൽ 1000 ഹോം ഗാർഡുകളെ, അവരൊക്കെ മിലിറ്ററി സർവീസിൽ നിന്ന്, സേനകളിൽ നിന്ന് റിട്ടയർ വരുന്ന ആളുകളാണ് ഹോം ഗാർഡുകൾ. 1000 ഹോം ഗാർഡുകളെ അവരെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പം മൊത്തം 133 സ്റ്റേഷനുകളാണ് ഉള്ളത്. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളൊന്ന് വിലയിരുത്തി. അതുപോലെ തന്നെ പുതിയ സ്കൈ ലിഫ്റ്റ്, അതാണ് ഏറ്റവും ആവശ്യം. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈറൈസ് ബിൽഡിങ്ങുകളാണ്. ഈ ഹൈറൈസ് ബിൽഡിങ്ങുകളിൽ തീപിടുത്തമുണ്ടായാൽ ഫലപ്രദമായി അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ സ്കൈ ലിഫ്റ്റ് നമുക്കില്ല. കുറേ കാലമായി അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതാണ്. ഏതായാലും അത് എത്രയും പെട്ടെന്ന് സ്കൈ ലിഫ്റ്റ് വാങ്ങാനും സ്മോൾ ലിഫ്റ്റുകൾ വാങ്ങാനുമുള്ള ഒരു നടപടി ഉണ്ടാകും. ഇന്ന് യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജനങ്ങളെ സെൽഫ് ഡിഫെൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ പല സ്ഥലങ്ങളിലുമുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ, ഇവിടെല്ലാം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാലോ ഫയർ ഉണ്ടായാലോ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള പരിശീലനം നൽകാനും അവബോധം ഉണ്ടാക്കാനും, അതുണ്ടാകുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലുള്ള സിവിൽ ഡിഫൻസ് അവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള നടപടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം 133 സ്ഥലങ്ങളിൽ അവർ ഐഡിയലായിരിക്കുകയല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് സ്വിമ്മിങ് അറിയില്ല. അപ്പോൾ അവർക്ക് അതിന് സ്വിമ്മിങ് പരിശീലനം നൽകുക, ഒരു ഫയർ ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു അവബോധം നൽകുക, അത്തരം കാര്യങ്ങളിലാണ് കൂടുതലായി നടത്താൻ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലായിടത്തും സെൽഫ് ഡിഫെൻസിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഫയർ ഓഫീസേഴ്സ് അവർ നേതൃത്വം കൊടുക്കും. അത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആളുകളൊക്കെ മിക്കവാറും ഫ്ലാറ്റുകളിലാണ് താമസം. അവർക്കൊന്നും നീന്തൽ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അത് അവർക്ക് പരിശീലനം കൊടുക്കാനും അത് പ്രവർത്തനം വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ആധുനികവൽക്കരിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിക്ക് ഗവൺമെൻറ് രൂപം നൽകും. ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചു. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർ വളരെ നല്ല നിലയിൽ 3 പരിശീലന കേന്ദ്രങ്ങളിലും ഫയർഫോഴ്സിൻ്റെ 133 യൂണിറ്റുകളിലുമൊക്കെ നല്ല പ്രവർത്തനം കാഴ്ച. ഒരു വലിയ തോതിലുള്ള ഒരു പരാതിയും ഇവരെപ്പറ്റി ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ആധുനിക ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലഘട്ടത്തിൽ, അതുപോലെ തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ അതിനനുസൃതമായ നിലയിലുള്ള ഇവരെ പ്രൊഫഷണലി എക്യുപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കുറേ കൂടി പ്രൊഫഷണലായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ
അപ്ഗ്രേഡ് ചെയ്യത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ നിതിൻ അഗർവാളിൻ്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം ഇന്ന് ഫയർഫോഴ്സ് കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. ഇനിയും അവരുടെ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇതിനകത്ത് ജനങ്ങളുടെ സഹകരണം കൂടുതലായി ഉണ്ടാകേണ്ട ഒരു കാലമാണ്. കാരണം ഒരു തീപിടുത്തമുണ്ടായാലോ വെള്ളപ്പൊക്കമുണ്ടായാലോ ഒരു മലയിടിച്ചിലുണ്ടായാലോ ഇന്നാദ്യം ഓടിയെത്തുന്നത് ഫയർഫോഴ്സാണ്. പണ്ടൊക്കെ നേവിയുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ NDRF ഒക്കെ വരുന്നത്, ഇപ്പം അങ്ങനെയല്ല. ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സേവനം നടത്തുന്ന സേന ഫയർഫോഴ്സാണ്. അപ്പോൾ ആ ഫയർഫോഴ്സിനെ കൂടുതൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളുടെ മാറി വരുന്ന സാഹചര്യത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഫയർമാൻമാരെ അതിൻ്റെ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ പോസ്റ്റുകളുണ്ട്. പക്ഷേ അത്ര കുറച്ച് കൂടുതൽ പോസ്റ്റുകൾ വേണം. കാരണം നമ്മൾ സ്റ്റേഷൻ അനുവദിച്ചാൽ മാത്രം പോരാ, അതിനോടനുബന്ധമായി പോയി സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഡിമാൻഡുണ്ട് ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ. ഫയർ സ്റ്റേഷൻ ആരംഭിച്ചാൽ ആൾ വേണ്ടേ? അപ്പോൾ അതിന് റിക്രൂട്ട്മെൻറ്റ് വേണം, പോസ്റ്റ് വേണം. ആ പോസ്റ്റ് ഉണ്ടെങ്കിലേ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞ ഒരു പ്രയോറിറ്റി തീരുമാനിക്കാൻ പറഞ്ഞത്. എവിടെയാണ് ഇത് വേണ്ടത്, ഇനി അടുത്ത ഫയർ സ്റ്റേഷനുകളിൽ എവിടെയെല്ലാം വേണം, അതിൻ്റെ ഒരു പ്രയോറിറ്റി അവർ തീരുമാനിച്ച് തരാൻ പറഞ്ഞു. കാരണം ചുമ്മാ ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എവിടെയാണ് നീഡ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ ഏറ്റവും അത്യാവശ്യമായ സ്ഥലങ്ങളാണെന്ന് പരിശോധിച്ച് അവിടെ സ്റ്റേഷനുകൾ അനുവദിക്കാനുള്ളതാണ്. ഇപ്പോൾ ധാരാളം ഡിമാൻഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ MLA തന്നെ ധാരാളം, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് കൂടുതൽ ആളുകൾ. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഫയർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കും. ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ആവശ്യമാണ്. ഫോറസ്റ്റിൽ ഇപ്പം തീ വന്നാൽ ഒരു കോർഡിനേറ്റഡ് എഫർട്ടില്ല. അപ്പോൾ ഫോറസ്റ്റ് ഫയർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിന് ഫയർ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് ചില പ്രവർത്തനങ്ങളെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫോറസ്റ്റ് മിനിസ്റ്ററുമായിട്ട് ഇക്കാര്യം സംസാരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, സിവിൽ ഡിഫൻസ് ഇപ്പം തന്നെ നടക്കുന്നുണ്ട്. ക്ഷേമേന്ദ്രൻ ഫയർഫോഴ്സിൻ്റെ മേധാവിയായിരുന്ന കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി വൈഡറായി നടത്താൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക്, പണ്ടൊക്കെയാണ് കുട്ടികൾ കുളവും അരുവിയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി നീന്തൽ നടത്താമായിരുന്നു, പരിശീലിക്കാൻ. ഇപ്പം അതൊന്നും ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് നമ്മൾ നീന്തൽ കുളങ്ങളിൽ കുട്ടികളെ പരിശീലിപ്പിക്കാനും, കാരണം ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ആണല്ലോ, അവിടെ ഒന്നും സൗകര്യങ്ങളില്ല പലയിടത്തും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കരമന നന്നായി നടക്കുന്നുണ്ട് അല്ലേ? കരമന നമ്മളെ ഒരു സിവിൽ ഡിഫൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ ഹോം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അന്ന് ആരംഭിച്ചതാണ്. നന്നായി ഇപ്പോൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ സ്വിമ്മിംഗ് പൂളിൽ അതെ വിയൂരിൽ അത് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അത് ഒരു ജനവൽക്കരണമാക്കി മാറ്റുക. ജനാധിപത്യപരമായി എല്ലാ സ്ഥലങ്ങളിലും ചില അരുവികൾ നടത്താം, ചില പുഴകളിൽ നടത്താം. കുറച്ചുകൂടി ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് സെൽഫ് ഡിഫൻസ് പ്രോഗ്രാംസ് നമുക്ക് നടത്താൻ കഴിയുന്നതാണ്. ഈ കേരളത്തിൽ വലിയ അതെ, കോഴിക്കോട് ഈ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് പല പ്രാവശ്യം കാര്യം നടത്തിയത്, പക്ഷെ വലിയ തീപിടുത്തങ്ങളാണ് ഉണ്ടാവുക. അത്തരം സംഭവങ്ങളൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവുന്നില്ല. അല്ല, ഇപ്പം അതെ, ബ്രഹ്മപുരം ഇപ്പം നമ്മൾ നിയന്ത്രിച്ചു. അത് ഈ പറഞ്ഞത് ശരിയാണ്. കോഴിക്കോട്, ചാല, ഇതൊക്കെ വളരെ അടുത്തടുത്ത ബിൽഡിങ്ങുകളും പഴയ വയറിങ് ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അല്ലേ? എന്താ, ഞാനൊരു ലേമാൻ എന്നുള്ള നിലയിൽ പറയുകയാണ്. പക്ഷെ അത് ഫയർ ഓഡിറ്റ് യു ഹാഡ് ഡൺ എ ഫയർ. ഇത് നിർദ്ദേശം കിട്ടിയായിരുന്നു സർക്കാരിന്. അപ്പോൾ ഞങ്ങൾ എല്ലാ ജില്ലകളിലെ എവിടെയാണ് പഴയ മാർക്കറ്റ്സ് ഒക്കെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അത് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സർവേ തുടങ്ങുകയാണ്. ആൻഡ് വിൽ ഇൻഫോം ദി വ്യാപാരി ഏകോപന സമിതി ഓൾസോ. അവിടെ സഹകരണ കൂടെ നമുക്കൊരു മീറ്റിംഗ് കൂടിയിട്ട് ഈ കാര്യത്തിൽ അവരുടെ സഹായം കൂടെ തേടി. കാരണം പല വയറിങ്ങുകളൊക്കെ മാറ്റണം. ഇപ്പം മിഠായിത്തെരുവ് അറിയാമല്ലോ, അവിടെ പോയാൽ അവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. അന്ന് ഇത്ര വ്യാപകമായ ബിൽഡിംഗ് റൂൾസ് ഇല്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ അടിച്ചടിച്ച്
ഉണ്ടാക്കിയിരിക്കുക. അല്ല, വളരെ പഴയതായി പോയി, അതുകൊണ്ടാണ്. സാർ, ഈ ഫയർഫോഴ്സിലെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആശയമുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ പാലിക്കാതെയാണ് കരട് പട്ടിക പുറത്തിറക്കിയത്. അത് സാർ ശ്രദ്ധയിൽ- ശ്രദ്ധയിൽപ്പെട്ടില്ല, ആരും എന്നോട് പരാതി പറഞ്ഞില്ല. 1250 പേരുടെ പട്ടികകൾ പുറത്തു വന്നിട്ടുണ്ട്, കരട് പട്ടിക. അത് ഈ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. 2017 ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഒരു കരട് പട്ടിക. നോക്കാം എന്താന്ന്. സാർ, ഈ പലപ്പോഴും ഈ പകർച്ചവ്യാധികളൊക്കെ പടരുന്ന ഒരു സമയമാണല്ലോ. ഈ മലിനജലത്തിലൊക്കെ പലപ്പോഴും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അവർ ഉപയോഗിക്കുന്നത് ഇപ്പോ വെറ്റ് സ്യൂട്ട് ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡ്രൈ സ്യൂട്ട് പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇവരുടെ ചെവിയിലും മുക്കിലൊക്കെ അത് വാങ്ങുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മോഡേണൈസേഷൻ ഭാഗമായിട്ട് ഈ നിങ്ങൾ പറഞ്ഞ സൂട്ട് ഫയർഫോഴ്സിൻ്റെ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് അത് വാങ്ങും. കുറച്ച് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് കുറച്ച്, ഇപ്പം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ ഈ ഹോം ഗാർഡുകൾ ഈ വലിയ ചൂടത്തൊക്കെ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ, അവരുടെ ഡ്രസ്സ് കുറച്ച് മാറ്റം വരുത്താനൊക്കെയുള്ള തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഹൈറൈസ് ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുക്കുമ്പോൾ ഫയറിന്റെ പെർമിഷൻ കൂടി വേണം. പലപ്പോഴും ഈ വാഹനം കടന്നു പോകാൻ ചുറ്റും കടന്നു പോകുന്നുണ്ട് പ്രശ്നം വന്നാൽ അത് നാഷണൽ ബിൽഡിംഗ് റൂൾസ് ആണ്, അതെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡാണ്. ബിൽഡിങ്സ് ഉണ്ട്. ഏറ്റവും അവസാനം ഒരു ഒറ്റത്തവണ തീർപ്പാക്കലിലൊക്കെ ഇതിന്റെ പെർമിഷൻ എടുത്ത് പോകുന്ന പരിപാടിയുണ്ട്. കോടതി പോയില്ലല്ലേ, അവിടെയൊക്കെ വലിയ പ്രശ്നമല്ലേ ഇത്? അല്ല, ഇപ്പം പുതിയ ബിൽഡിങ്ങുകൾക്കെല്ലാം നാഷണൽ ബിൽഡിംഗ് കോഡ്